ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ്, ഇന്റർനാഷണൽ എനർജി ഏജൻസി, ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ, UNHCR, MDR-TB. സോ അപ്പോൾ അതിൽ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റിനെ കുറിച്ചാണ്. സോ ഈ റിമൂവൽ ഓഫ് വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്ന ടോപ്പിക്ക് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം, ഇന്ത്യൻ രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാനാണ് ഇന്ത്യൻ വൈസ് പ്രസിഡന്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇപ്പോഴത്തെ നിലവിലുള്ള വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ജഗദീഷ് ധൻകർ രാജ്യസഭയിൽ നടത്തിയിട്ടുള്ള ചില പ്രസ്താവനകളുടെ പേരിൽ അദ്ദേഹത്തിനെതിരായിട്ട് ഒരു റിമൂവൽ മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷ പാർട്ടികൾ പ്ലാൻ ചെയ്യുന്നതായിട്ടുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 9 വന്നിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ബേസിക്കലി നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ഇത് ബേസിക്കലി നിങ്ങൾ പൊളിറ്റിക്കകത്ത് പഠിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ നമ്മുടെ പ്രസിഡൻറ്റിൻ്റെ ഒക്കെ കേസിൽ പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഫോർമലായിട്ടുള്ള ഒരു ഇംപീച്ച്മെന്റ് മോഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് ആ ഇംപീച്ച്മെന്റ് മോഷൻ പാസ്സാകുമ്പോഴാണ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നത്. പ്രസിഡന്റ് റിമൂവലിനെ നമ്മൾ ഇംപീച്ച്മെന്റ് എന്നാണ് വിളിക്കുന്നത്. പക്ഷേ വൈസ് പ്രസിഡന്റിന്റെ കേസിൽ ഇതിനകത്തൊരു ഫോർമൽ ഇംപീച്ച്മെന്റിന്റെ ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ ഫോർമലായിട്ടുള്ളൊരു ഇംപീച്ച്മെന്റ് പ്രൊസീജിയറിന്റെ ആവശ്യമില്ല. അതുപോലെ തന്നെ എന്ത് കാരണത്തിന്റെ പേരിലാണ് വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യാൻ പറ്റുക എന്ന് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഒരു ഗ്രൗണ്ട് ഫോർ റിമൂവൽ ഇവിടെ പറഞ്ഞിട്ടില്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി ഇദ്ദേഹത്തിനെ റിമൂവ് ചെയ്യുന്നതിനുള്ള മെത്തേഡ്, അതായത് കാരണം പറഞ്ഞിട്ടില്ല, ഫോർമൽ ഇംപീച്ച്മെന്റ് പ്രൊസീജിയർ പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് വൈസ് പ്രസിഡന്റ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈസ് പ്രസിഡന്റ് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആയതുകൊണ്ട് തന്നെ വൈസ് പ്രസിഡന്റിനെതിരായിട്ടുള്ള റിമൂവൽ മോഷൻ രാജ്യസഭയിൽ മാത്രമേ അവതരിപ്പിക്കാൻ പറ്റുള്ളൂ. സോ രാജ്യസഭയിൽ അദ്ദേഹത്തിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള റെസൊല്യൂഷൻ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ രാജ്യസഭ അതൊരു എഫക്റ്റീവ് മെജോറിറ്റിയിൽ പാസ്സാക്കണം. എഫക്റ്റീവ് മെജോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദി ഓൾ ദി ദെൻ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് എന്നാണ് പറയുക. അതായത് രാജ്യസഭയിലെ ടോട്ടൽ മെമ്പർഷിപ്പ് മൈനസ് വേക്കൻസി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതാണ് ഇതിൻ്റെ മെമ്പർഷിപ്പ് എത്രയാണ്, അതായത് ടോട്ടൽ മെമ്പർഷിപ്പിൽ നിന്ന് വേക്കൻസി റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് വരുന്നത്, അതാണ് ദെൻ മെമ്പേഴ്സ് ഓഫ് ദി ഹൗസ് എന്ന് പറയുന്നത്. അതിൻ്റെ മോർ ദാൻ 50% അല്ലെങ്കിൽ അതിൻ്റെ മെജോറിറ്റിയിൽ വേണം രാജ്യസഭ ഈ റെസൊല്യൂഷൻ പാസ്സാക്കാൻ. സോ എഫക്റ്റീവ് മെജോറിറ്റിയിൽ രാജ്യസഭ ഈ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ ഈ പ്രമേയം ലോക്സഭയിലെത്തും. ലോക്സഭ സിമ്പിൾ മെജോറിറ്റിയിൽ അല്ലെങ്കിൽ പ്രസന്റ് ആൻഡ് വോട്ടിങ്ങിൻ്റെ മെജോറിറ്റിയിൽ ഈ റെസൊല്യൂഷൻ പാസ്സാക്കി കഴിഞ്ഞാൽ വൈസ് പ്രസിഡന്റ് ആ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്യപ്പെട്ടതായിട്ട് കണക്കാക്കും. അതുപോലെ തന്നെ ഈ വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത്, പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും വൈസ് പ്രസിഡന്റിനെ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രമേയം അവതരിപ്പിക്കണമെങ്കിൽ അല്ലെങ്കിൽ റെസൊല്യൂഷൻ അവതരിപ്പിക്കണമെങ്കിൽ അതിനു മുമ്പ് 14 ദിവസം മുമ്പ് വൈസ് പ്രസിഡന്റിന് ഇക്കാര്യത്തിൽ നോട്ടീസ് കൊടുത്തിട്ട് മാത്രമേ ഈ റെസൊല്യൂഷൻ അവതരിപ്പിക്കാൻ പറ്റൂ എന്നുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഇന്റർനാഷണൽ എനർജി ഏജൻസിയെ കുറിച്ചാണ്. അപ്പോൾ ഇന്റർനാഷണൽ എനർജി ഏജൻസിയെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിൻ്റെ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒപെക് രാജ്യങ്ങളിലെ അല്ലെങ്കിൽ ഒപെക് പ്ലസ് ഫോർമാറ്റിനകത്ത് ഈ കഴിഞ്ഞ മാസത്തെ ജൂലൈ മാസത്തിൽ ഏറ്റവും അധികം പ്രൊഡക്ഷൻ നടത്തിയിട്ടുള്ളത് റഷ്യയാണെന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ പേജ് 17 അപ്പോൾ അതിനകത്ത് ഇന്റർനാഷണൽ എനർജി ഏജൻസിയുടെ ചില റിപ്പോർട്ടുകളെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ എസ്റ്റിമേറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങളുടെ ഒരു സംഘടനയുണ്ട്. എസ്പെഷ്യലി യൂറോപ്യൻ രാജ്യങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. സോ ഈ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെന്റിന്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ഒരു ഓട്ടോണമസ് ആയിട്ടുള്ള ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷനാണ് ഇന്റർനാഷണൽ എനർജി ഏജൻസി എന്ന് പറയുന്നത്. ഇവരുടെ ഹെഡ് ഉള്ളത് ഫ്രാൻസിൻ്റെ തലസ്ഥാനമായിട്ടുള്ള പാരീസിലാണ്. സോ ഈ ഇന്റർനാഷണൽ എനർജി ഏജൻസി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് 1973-74 കാലഘട്ടത്തിലുള്ള ഓയിൽ ക്രൈസിസ് ആണ്. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1973 ഈ അറബ് ഇസ്രായേൽ കോൺഫ്ലിക്റ്റുകളുടെ ഭാഗമായിട്ടുള്ള 73 യോം കിപ്പൂർ വാർ അല്ലെങ്കിൽ ഒക്ടോബർ വാർ എന്ന് പറയുന്ന യുദ്ധം നടക്കുന്നത്. സോ അപ്പോൾ ഈ യോം കിപ്പൂർ വാറിനകത്ത് ഈ ഇസ്രായേൽ ഒരു പരാജയത്തിൻ്റെ വക്കോളം എത്തി നിൽക്കുന്ന സമയത്ത് അമേരിക്കയുടെയും ചില പാശ്ചാത്യ രാജ്യങ്ങളുടെയൊക്കെ വലിയ രീതിയിലുള്ള സൈനിക സഹായം കാരണമാണ് ഈ യുദ്ധത്തിൽ ഈജിപ്തിനെയും അതുപോലെ തന്നെ സിറിയനെയും ഇസ്രായേലിന് പരാജയപ്പെടുത്താൻ സാധിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ അറബ് അലൈസിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കിക്കഴിഞ്ഞാൽ അവർ ഈ യുദ്ധത്തിൽ പരാജയപ്പെടാനുള്ള കാരണം ഇസ്രായേലിന് അമേരിക്ക ഉൾപ്പെടെയുള്ള പാശ്ചാത്യ രാജ്യങ്ങൾ കൊടുത്തിട്ടുള്ള സൈനിക സഹായമാണ്. അപ്പോൾ അതിനൊരു റിട്ടാലിയേഷൻ എന്നുള്ള രീതിയിൽ ആ സമയത്ത് ഇസ്രായേലിനെ സൈനികമായിട്ടും സാമ്പത്തികമായിട്ടും സഹായിച്ചിട്ടുള്ള രാജ്യങ്ങളിലേക്കുള്ള ഓയിൽ എക്സ്പോർട്ട് അറബ് രാജ്യങ്ങൾ വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് 1973-74 ഓയിൽ ക്രൈസിസ് അല്ലെങ്കിൽ ഓയിൽ ഷോക്ക് എന്ന് അറിയപ്പെടുന്നത്. സോ ഇത് കാരണം
ഈ പെട്രോളിയം പ്രൊഡക്ട്സിൻ്റെ ഒക്കെ വില US ഏകദേശം 4 ഇരട്ടിയായിട്ട് കൂടിയിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഈ മേഖലയിൽ വലിയ രീതിയിലുള്ള ഇൻഫ്ലേഷൻസും അതുപോലെ തന്നെ എക്കണോമിക് ഡിസ്റപ്ഷൻസും ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ ഇത് കാരണമായിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലൊരു പ്രശ്നം ഇനി വരാതിരിക്കാൻ വേണ്ടിയിട്ടും ഇതിനെ അഡ്രസ്സ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇൻ്റർനാഷണൽ എനർജി ഏജൻസിനെ ഈ OECD എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ നിലവിൽ ഈ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിക്കകത്ത് 31 അംഗരാജ്യങ്ങളാണുള്ളത്. അപ്പോൾ ഇതിനകത്തൊരു അംഗരാജ്യമാവാനുള്ള പ്രീ കണ്ടീഷൻ എന്ന് പറയുന്നത് അവർ OECD മെമ്പർ ആയിരിക്കണം എന്നുള്ളതാണ്. ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റിലെ മെമ്പർ ആയിരിക്കണം എന്നാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയിലെ ഒരു മെമ്പർ അല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ഇൻ്റർനാഷണൽ എനർജി ഏജൻസിയിലെ ഒരു അസോസിയേറ്റ് മെമ്പറാണ്. ഓക്കെ, ഇന്ത്യ ഇതിൻ്റെ ഭാഗമാണ്. ഒരു അസോസിയേറ്റ് മെമ്പറായിട്ട് നമ്മൾ ഇതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മളൊരു ഫുൾ മെമ്പർ അല്ല, കാരണം ഇന്ത്യ OECD അംഗരാജ്യമല്ല എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, ഇനി ഈ പറയുന്ന ഇൻ്റർനാഷണൽ എനർജി ഏജൻസി പബ്ലിഷ് ചെയ്യുന്ന ചില പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. 1 വേൾഡ് എനർജി ഔട്ട്ലുക്ക് ആണ്, 2 വേൾഡ് എനർജി ഇൻവെസ്റ്റ്മെൻറ്റ് റിപ്പോർട്ടാണ്, 3 ഇന്ത്യ എനർജി ഔട്ട്ലുക്ക് റിപ്പോർട്ടാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ചാണ്. അപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാനുള്ള കാരണം ഇന്ത്യൻ വംശജയായിട്ടുള്ള ആസ്ട്രോനട്ടായിട്ടുള്ള സുനിത വില്യംസ് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ സ്റ്റാൻഡേർഡ് ആയതിനെ കുറിച്ചിട്ടുള്ളൊരു കാര്യത്തിന് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ എഡിറ്റോറിയൽസിനകത്ത് ഒരു എഡിറ്റോറിയൽ വന്നിട്ടുള്ള ഇതിനെക്കുറിച്ചാണ്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ലോകത്തിൽ 1990കളുടെ അവസാനത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട ചില സ്പേസ് ഫെയറിംഗ് കൺട്രീസ് ചേർന്നുകൊണ്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു മൈക്രോ ഗ്രാവിറ്റി റിസർച്ച് ലബോറട്ടറി ആണെന്ന് വേണമെങ്കിൽ പറയാം. ഇത് 1998 ലോഞ്ച് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത്. 1984 തൊട്ട് 93 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഭൂമിനെ ലോ എർത്ത് ഓർബിറ്റിലൂടെ ഭൂമിക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള സ്ട്രക്ചറാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ എന്ന് പറയുന്നത്. എല്ലാ 92 മിനിറ്റ് കൂടുമ്പോഴും ഭൂമിനെ ഒരു പ്രാവശ്യം സർക്കിൾ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ മനുഷ്യനിർമ്മിതമായിട്ടുള്ള സ്പേസിലുള്ള ഭൂമിനെ ഓർബിറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയൊരു സ്ട്രക്ചറായിട്ട് കണക്കാക്കപ്പെടുന്നത് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചില സ്പേസ് ഫെയറിംഗ് നേഷൻസ് ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഏകദേശം 15ഓളം രാജ്യങ്ങളെ റെപ്രസെൻ്റ് ചെയ്യുന്ന 5 സ്പേസ് ഏജൻസീസാണ് ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻസിനെ കൺസ്ട്രക്ട് ചെയ്യുന്നത്. അതായത് അമേരിക്കയിൽ നിന്നുള്ള നാസ, അതുപോലെ തന്നെ റഷ്യയുടെ റോസ്കോസ്മോസ്, ജപ്പാൻ്റെ ജാക്സ, അതുപോലെ തന്നെ യൂറോപ്യൻ സ്പേസ് ഏജൻസി, കനേഡിയൻ സ്പേസ് ഏജൻസി എന്നീ രാജ്യങ്ങൾ ചേർന്നിട്ടാണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ ഈ പറയുന്ന ഈ 5 സ്പേസ് ഏജൻസികൾ ചേർന്നിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഒന്നായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓണർഷിപ്പും യൂസേജിനൊക്കെ ഗവേൺ ചെയ്യുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഇൻ്റർനാഷണൽ അല്ലെങ്കിൽ ഇൻ്റർ ഗവൺമെൻറ്റൽ ആയിട്ടുള്ള ട്രീറ്റീസ് ആൻഡ് അഗ്രിമെൻറ്റ്സ് ഉണ്ട് ഈ രാജ്യങ്ങൾക്കിടയിലുള്ള. അതനുസരിച്ചാണ് ഇതിൻ്റെ യൂസേജ് ഗവേൺ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുക. സോ ബേസിക്കലി ഇതിൻ്റെ പർപ്പസ് എന്ന് പറയുന്നത് ഒരു മൈക്രോ ഗ്രാവിറ്റി ലബോറട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. പ്രധാനമായിട്ടും ഇവിടെ റിസർച്ച് ലബോറട്ടറി ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ പ്രൈമറി പർപ്പസ്. ഇപ്പോൾ ബയോളജി, ഹ്യൂമൻ ബയോളജി, ഫിസിക്സ്, ആസ്ട്രോണമി, മെറ്റീരിയോളജി ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള പരീക്ഷണങ്ങൾ ഒരു മൈക്രോ ഗ്രാവിറ്റി അല്ലെങ്കിൽ സ്പേസ് എൻവയോൺമെൻറ്റിൽ കണ്ടക്ട് ചെയ്യാനുള്ള ഒരു ടെസ്റ്റ് ബെഡ് പോലെയാണ്, അല്ലെങ്കിൽ അതിനുള്ളൊരു സ്പേസ് പോലെയാണ് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത് 98 തൊട്ട് ഇത് പ്രവർത്തനം ആരംഭിച്ചത് തൊട്ട് എല്ലാ കാലത്തും ഇതിനകത്ത് മനുഷ്യ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോകചരിത്രത്തിലെ ലോങ്ങസ്റ്റ് ആയിട്ടുള്ള അൺഇൻറ്ററപ്റ്റഡ് ഹ്യൂമൻ സ്റ്റേ, ലോ എർത്ത് ഓർബിറ്റിലുള്ള അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള ഹ്യൂമൻ സ്റ്റേയുടെ റെക്കോർഡ് ഉള്ളത് ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനാണ്. അപ്പോൾ ഇതിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് 2030 വരെ ഇത് ഓപ്പറേഷണലായിരിക്കും എന്നാണ്. 2031 ആകുമ്പോഴേക്കും ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഡീകമ്മീഷൻ ചെയ്യാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ്റെ കേസിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമേരിക്കയിൽ ഈ സ്പേസുമായിട്ട് ബന്ധപ്പെട്ട്, അല്ലെങ്കിൽ അവിടുത്തെ ബഡ്ജറ്റുമായിട്ട് ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട അമെൻമെൻ്റാണ് വൂൾഫ് അമെൻമെൻറ്റ് എന്ന് പറയുന്നത്. ഈ വൂൾഫ് അമെൻമെൻറ്റ് അനുസരിച്ച് അമേരിക്കൻ കോൺഗ്രസിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്ന നാസയ്ക്കൊരിക്കലും സ്പേസ് സെക്ടറിനകത്ത് ചൈനയുമായിട്ട് സഹകരിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ നിന്ന് എഫക്റ്റീവ്ലി ചൈന ബാൻഡ് ആണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് ചൈന അവരുടെ സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷൻ, ഒരു ഹെവൻലി പാലസ് എന്നൊക്കെ പറയുന്ന ഒരു സ്പേസ് സ്റ്റേഷൻ അവർ സ്വന്തമായിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2031 ആകുമ്പോൾ, അല്ലെങ്കിൽ 2030-31 കാലഘട്ടത്തിൽ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഡീകമ്മീഷൻ ചെയ്യപ്പെടുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ഫെസിലിറ്റി ഉള്ള ഒരേ ഒരു രാജ്യം, റിമൈനിങ് കൺട്രി എന്ന് പറയുന്നത്
നിലവിലെ അവസ്ഥയിൽ ചൈന മാത്രമായിരിക്കും എന്ന് മനസ്സിലാക്കുക. അപ്പോൾ സ്വന്തമായിട്ട് ഒരു സ്പേസ് സ്റ്റേഷനുള്ള ഒരേ ഒരു രാജ്യവും ചൈനയാണ്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അല്ലെങ്കിൽ UNHCRനെ കുറിച്ചാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ റെഫ്യൂജി റൈറ്റ്സുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിൻ്റെ എഡിറ്റോറിയൽ പേജിനകത്ത് അവരൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് UNHCRനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ബേസിക്കലി ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ റെഫ്യൂജീസുമായിട്ട് ബന്ധപ്പെട്ട്, അതായത് റെഫ്യൂജീസിൻ്റെ സംരക്ഷണം, റെഫ്യൂജീസിനുള്ള എയ്ഡ് കൊടുക്കുക, അതുപോലെ തന്നെ ഫോഴ്സിബിളി ഡിസ്പ്ലേസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ്, സ്റ്റേറ്റ്ലെസ് ആയിട്ടുള്ള ജനവിഭാഗങ്ങൾ, ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ എയ്ഡ് കൊടുക്കാനും അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ അവരുടെ വളണ്ടറി റീപാട്രിയേഷനെ സപ്പോർട്ട് ചെയ്യുന്നതിനും അവരുടെ ലോക്കൽ ഇൻ്റഗ്രേഷന് അല്ലെങ്കിൽ മറ്റുള്ള രാജ്യങ്ങളിലേക്കുള്ള അവരുടെ റീസെറ്റിൽമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ വേണ്ടി റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു UN ഏജൻസിയാണ് UNHCR അല്ലെങ്കിൽ UN റെഫ്യൂജി ഏജൻസി എന്നും ഇതിനെ വിളിക്കാറുണ്ട്. ഇത് 1950 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നത്. എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്ന സമയത്ത് ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഇതൊരു ലിമിറ്റഡ് ഒബ്ജക്റ്റീവ് ഉള്ളൊരു ഓർഗനൈസേഷനായിട്ടൊരു അഡ്ഹോക്ക് നേച്ചറിലുള്ള ഓർഗനൈസേഷനായിട്ടാണ് ഇതിനെ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒരു 3 വർഷത്തേക്കുള്ള മാൻഡേറ്റ് കൊടുത്തുകൊണ്ട്. അതായത് 2ാം ലോക മഹായുദ്ധം കാരണം യൂറോപ്പിൽ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള വലിയൊരു റെഫ്യൂജി ക്രൈസിസ് ഉണ്ട്. അപ്പോൾ ആ യൂറോപ്പിലുള്ള റെഫ്യൂജി ക്രൈസിസിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഒരു താൽക്കാലിക സെറ്റപ്പ് എന്നുള്ള രീതിയിലാണ് ഈ UNHCRനെ അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ റെഫ്യൂജീസ് അല്ലെങ്കിൽ UN റെഫ്യൂജി ഏജൻസിനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. പക്ഷെ പിന്നീട് 1951 ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു UN റെഫ്യൂജി കൺവെൻഷൻ വരുന്നുണ്ട്. അതനുസരിച്ച് ഈ UN റെഫ്യൂജി ഏജൻസിയുടെ അല്ലെങ്കിൽ UNHCRൻ്റെ മാൻഡേറ്റ് ഒക്കെ എന്താണെന്നുള്ളത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നുണ്ട്. പിന്നീട് യൂറോപ്പിലുള്ള റെഫ്യൂജീസിൻ്റെ റീസെറ്റിൽമെൻ്റ് ഒക്കെ പൂർത്തിയാക്കിയപ്പോഴേക്കും മറ്റുള്ള പല മേഖലകളിലും, ഇപ്പോൾ ഈസ്റ്റേൺ യൂറോപ്പിലുള്ള ഹംഗറി പോലുള്ള സ്ഥലങ്ങളിലും അതുപോലെ തന്നെ ഈസ്റ്റ് ഏഷ്യയിലും അതുപോലെ തന്നെ ആഫ്രിക്കയിലൊക്കെ വലിയ രീതിയിലുള്ള റെഫ്യൂജി ഇഷ്യൂസ് വീണ്ടും വരാൻ തുടങ്ങിയതോടുകൂടി ആ മേഖലകളിലേക്കും കൂടി ഇവർ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അങ്ങനെയാണ് ഇപ്പോൾ കാണുന്നത് പോലെ ഒരു പെർമനൻറ്റ് ബോഡിയായിട്ട് ഇവർ മാറുകയും ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇവരുടെ ബഡ്ജറ്റിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇനീഷ്യലി വളരെ ചെറിയ ബഡ്ജറ്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഈ ഒരു ഓർഗനൈസേഷൻ ഇപ്പോൾ ഏകദേശം $8 ബില്യൺ ഡോളറോളമാണ് ഇവരുടെ ആനുവൽ ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ UN സിസ്റ്റത്തിനകത്ത് ഏറ്റവും അധികം ഇൻ ടേംസ് ഓഫ് എക്സ്പെൻഡിച്ചർ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ബഡ്ജറ്റുള്ള UN ഏജൻസികളിലൊന്നാണ് UNHCR എന്ന് പറയുന്നത്. അപ്പോൾ ഇവർക്കുള്ള ബഡ്ജറ്റിൻ്റെ കോൺട്രിബ്യൂഷൻസ്, ഈ ബഡ്ജറ്റിനുള്ള പണം പ്രധാനമായിട്ടും അംഗരാജ്യങ്ങൾ അല്ലെങ്കിൽ UNലെ മെമ്പർ സ്റ്റേറ്റുകളുടെ വളണ്ടറി കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ്. അതിൽ തന്നെ UNHCRൻ്റെ ബിഗ്ഗസ്റ്റ് കോൺട്രിബ്യൂട്ടർ അല്ലെങ്കിൽ ബിഗ്ഗസ്റ്റ് ഡോണർ എന്ന് പറയുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സും യൂറോപ്യൻ യൂണിയനും അതുപോലെ ജർമ്മനിയുമാണ്. ഇനി ഇവർ ഈ റെഫ്യൂജീസുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ നടപടികളെ പ്രശംസിച്ചുകൊണ്ട് 1954 81 നോബൽ പീസ് പ്രൈസ് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന UN ഡെവലപ്മെൻറ്റ് ഗ്രൂപ്പിൻ്റെ ഒരു അംഗം കൂടിയാണ് UNHCR എന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ ഇന്ത്യയുടെ കേസിൽ 1951 റെഫ്യൂജി കൺവെൻഷൻ റാറ്റിഫൈ ചെയ്തിട്ടില്ലാത്ത ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് മനസ്സിലാക്കുക. ഇനി നമുക്ക് അവസാനമായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക്ക് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB കുറിച്ചാണ് അല്ലെങ്കിൽ MDR TB കുറിച്ചാണ്. അപ്പോൾ ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB കുറിച്ച് അതിനുള്ള പുതിയ ട്രീറ്റ്മെൻറ്റ് റെജീമിനെ കുറിച്ച് ഇന്നത്തെ ഹിന്ദുവിൻ്റെ പേജ് 6 വാർത്തയുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് അല്ലെങ്കിൽ MDR TB എന്ന് പറയുന്നത് നമ്മുടെ ഈ TBക്കുള്ള പ്രധാനമായിട്ടും എഫക്റ്റീവായിട്ട് യൂസ് ചെയ്യുന്ന ഫസ്റ്റ് ലൈൻ ഓഫ് TB മെഡിക്കേഷൻസ് ഉണ്ട്. ഐസോനിയാസൈഡ് അതുപോലെ തന്നെ റിഫാംപിസിൻ എന്ന് പറയുന്ന 2 മെഡിസിൻസ് ഉണ്ട്. ഈ 2 മെഡിസിൻസിനോടും റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള TB വെറൈറ്റിനെയാണ് മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് ട്യൂബർക്കുലോസിസ് എന്ന് വിളിക്കുക. ഇതൊരു ബാക്ടീരിയൽ ഡിസീസ് ആണെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. ഓക്കെ, ഇനി MDR TB അല്ലെങ്കിൽ ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB വരാനുള്ള പ്രധാനപ്പെട്ട 2 കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് TB ട്രീറ്റ്മെൻറ്റിൻ്റെ മിസ്മാനേജ്മെൻറ്റും 2 പേഴ്സൺ ടു പേഴ്സൺ ട്രാൻസ്മിഷനുമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TBയുടെ സ്പ്രെഡിലേക്ക് എത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമ്മൾ ഈ മിസ്മാനേജ്മെൻറ്റ് ഓഫ് TB ട്രീറ്റ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള യൂസേജ് ഓഫ് TB ഡ്രഗ്സ് ആണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണത്തിന് ഇൻഎഫക്റ്റീവ് ആയിട്ടുള്ള ഫോർമുലേഷൻസ് ഈ TB ഡ്രഗ്സ് യൂസ് ചെയ്യുക. അപ്പോൾ സിംഗിൾ ഡ്രഗ്സ്, പുവർ ക്വാളിറ്റി മെഡിസിൻസ് അല്ലെങ്കിൽ ബാഡ് സ്റ്റോറേജ് കണ്ടീഷൻസിലൊക്കെയുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ ഈ TB മെഡിക്കേഷൻ്റെ TB ബാധിച്ചിട്ടുള്ള ഒരാൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ അത് ഇൻ്ററപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡ്രഗ് റെസിസ്റ്റൻറ്റിന് കാരണമാകും. കാരണം ഇത്തരത്തിൽ റിലീസാവുന്ന ആൾ പബ്ലിക്കുമായിട്ട് മിങ്കിൾ ചെയ്യുന്ന സമയത്ത് അയാളുടെ ശരീരത്തിലുള്ള TB
അണുക്കൾ ബാക്കിയുള്ള ശരീരത്തിലെത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിന് ഈ പറയുന്ന മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻസ് ഉണ്ടാവും. അപ്പോൾ ഇതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് മനസ്സിലാക്കുക. അപ്പോൾ നിലവിലുള്ള TBസിനകത്ത് ചികിത്സിച്ച് ഭേദമാക്കാൻ ഏറ്റവും ഡിഫിക്കൽട്ടി ഉള്ള TBകളിൽ ഒന്നാണ് ഈ മൾട്ടി ഡ്രഗ് റെസിസ്റ്റൻറ്റ് TB എന്ന് പറയുന്നത്. ഇതിൻ്റെ സക്സസ് റേറ്റ് എന്ന് പറയുന്നത് നിയർലി 60% ആണ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിന് അത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.